ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വണ്ടിയുടെ അതായത് ഒരു ബൈക്കിൻ്റെ സ്പാർക്ക് പ്ലഗ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് വണ്ടി നമ്മൾ യൂഷ്വലി സർവീസ് ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ ചെയ്യണമെന്ന് തോന്നി പ്ലഗ് മാറിക്കളയോ അല്ലെങ്കിൽ പ്ലഗ് എടുത്ത് ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുമ്പോൾ വണ്ടിയുടെ പെട്രോൾ ബേൺ ആയിട്ട് നമ്മുടെ പ്ലഗിൻ്റെ മുകളിൽ കാർബൺ ഒന്ന് ഡെപ്പോസിറ്റ് ആവും. ഈ കാർബൺ ഡെപ്പോസിറ്റ് ആവുന്നതിലൂടെ വണ്ടിയുടെ മൈലേജിൽ വേരിയേഷൻ വരും, അതുപോലെ തന്നെ പവറും കുറയും, ഇതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ട്രബിളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റാൻ കഴിയും. അതായത് പ്ലഗ് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു പ്ലഗ് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ എല്ലാത്തിൻ്റെയും ടൂൾ കിറ്റിൽ ഇതുപോലത്തെ ഒരു ടൂൾ എന്തായാലും ഉണ്ടാവും. ഈ ശരിക്കും പ്ലഗ് റിമൂവ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഈ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ വണ്ടിയുടെ പ്ലഗ് റിമൂവ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ പ്ലഗ് ഒന്ന് റിമൂവ് ചെയ്യാം. പ്ലഗ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു അഡാപ്റ്റർ വലിച്ചു ഊരുക. ഈ ഒരു അഡാപ്റ്റർ ഊരെടുത്തതിന് ശേഷം ഈ ടൂളെടുത്ത് കയറ്റിയിട്ടിട്ട് ആണ് പ്ലഗ് റിമൂവ് ചെയ്യുന്നത്. ഇത് ഊരാനായിട്ട് ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഊരിയെടുക്കുക. അപ്പോൾ ഈ പ്ലഗ് നോക്കിയാൽ തന്നെ അറിയാം, ഇത് ഫുള്ളായിട്ട് കരി പിടിച്ചേക്കാണ്. ഇത് ഫുൾ കാർബൺ ഡെപ്പോസിറ്റ് ആയതാണ് പ്ലഗൊക്കെ ഫുള്ളായിട്ട്. അപ്പോൾ ഈ ശരിക്കും നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെപ്പിക്കകത്ത് കുറച്ച് പെട്രോൾ, ഒരു ബ്രഷ്, സാധാ ഒരു ടൂത്ത് ബ്രഷ്, പിന്നെ ഒരു സാൻഡ് പേപ്പർ. ഇത്രയും കാര്യങ്ങളാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലഗ് നമുക്ക് കുറച്ച് നേരം പെട്രോളിനകത്ത് ജസ്റ്റ് ഒന്ന് മുക്കിയിടുക. ഈ പെട്രോളാണ് ഏറ്റവും ഈസിലി ഡിസോൾവ് ആകുന്നത്. അതായത് കാർബൺ ഡിസോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും ഉപയോഗമുള്ള സംഭവമാണ് പെട്രോൾ. ഈസിലി ഡിസോൾവ് ആകും കാർബൺ പെട്രോൾ യൂസ് ചെയ്ത്. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് കുറച്ച് നേരം മുക്കിയിടുക. കാണുവാണെങ്കിൽ തന്നെ അറിയാം, ജസ്റ്റ് കളർ ഇളകുന്നുണ്ട്. ഇതിന് കാർബൺ ഇളകിപ്പോവാനാണ്. ഇപ്പോൾ നോക്കി തന്നെ അറിയാം, പെട്രോളിൻ്റെ കളർ ശരിക്കും നന്നായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും കാർബൺ ഇതിനകത്ത് പെട്രോളിനകത്തേക്ക് ഡിസോൾവ് ആയേക്കാണ്. ഇനി നമുക്ക് ഈ ബ്രഷ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുക, ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ സാൻഡ് പേപ്പറും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ മുകളിലുള്ള ഭാഗം, അതായത് ഈ ഒരു ഭാഗം ശരിക്കും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ സാൻഡ് പേപ്പർ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ശരിക്കും ഒരു കട്ടി കുറഞ്ഞ സാൻഡ് പേപ്പർ യൂസ് ചെയ്യാൻ നോക്കുക. നല്ല ഹാർഡായിട്ടുള്ള സാൻഡ് പേപ്പർ യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു തുണി വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നേരത്തെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നു, അതൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആ കൂടി വേണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രഷ്, കുറച്ച് പെട്രോൾ, അതുകൂടെ തന്നെ കുറച്ച് തുണി മാത്രം, ജസ്റ്റ് ഒരു സാൻഡ് പേപ്പർ കൂടി മാത്രം മതി. ഇത്തരം കാര്യങ്ങൾ മതി ക്ലീൻ ചെയ്യാനായിട്ട്. വളരെ ഈസിയാണ്. നിങ്ങൾ ഒന്നെങ്കിൽ സർവീസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ പ്ലഗ് മാറിക്കളയുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ നോക്കുക. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ പവറിൽ വേരിയേഷൻ വരും, അതോടൊപ്പം തന്നെ വണ്ടി സ്റ്റാർട്ട് ആകും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടിയിലേക്ക് എന്തെങ്കിലും കണക്ട് ചെയ്ത് പിടിപ്പിക്കാം. വണ്ടിയിൽ കണക്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല, തിരിച്ച് അവിടെ തന്നെ കണക്ട് ചെയ്യുക. ജസ്റ്റ് ഇതുപോലെ തന്നെ ടൂൾ പിടിച്ച് കയറ്റി വെക്കുക. എല്ലാവരും കയ്യിൽ ടൂൾ എന്തായാലും ഉണ്ടാകും. നിങ്ങളുടെ ടൂൾ കിറ്റിനകത്ത് സ്ഥിരം ഈ എല്ലാ ടൂൾ കിറ്റിനും ഈ ഒരു ടൂൾ വന്നാണ്. പ്ലഗ് ഊരാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ജസ്റ്റ് തിരിച്ച് പഴയപടി തന്നെ കയറ്റി വെക്കുക. എന്നിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ബാക്കി അഡാപ്റ്റർ തിരിച്ച് എടുത്ത് കയറ്റി കുത്തുക. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. പ്ലഗ് റിമൂവ് ചെയ്യാൻ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം, വളരെ ഈസിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.